കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞ അനുഗ്രഹീതമായൊരു ചിന്തയാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. നമുക്ക് ഏവർക്കും പരിചിതമായൊരു ഭാഗവും കൂടിയാണ് അല്ലേ. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പറയുന്നൊരു വാക്കാണ്, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ ഒരു യേശു അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് പറയുകയും ധൈര്യപ്പെടുകയും ചെയ്യുന്നൊരു മേഖലയുണ്ട്. അതിൻ്റെ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ അർത്ഥം ശിഷ്യന്മാരോടായിട്ട് ഈ കാര്യം പറയുമ്പോൾ യേശുവിൽ അവർക്കൊരു സമാധാനമുണ്ട് അല്ലേ. നമ്മുടെ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് സമാധാനമുള്ള വിഷയം എന്ത്, ഇല്ലെങ്കിൽ നമ്മുടെ സമാധാനം ആരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നിട്ടാണ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്, കഷ്ടമുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ ലോകത്തിൽ ദൈവപുത്രനായി ജനിച്ച് എങ്കിലും കഷ്ടതയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് കടന്നു പോകുന്ന, ഏറ്റവും ആഴത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം യേശുവിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു അല്ലേ. അല്ലെ സ്തോത്രം. എന്തെല്ലാം കഷ്ടപ്പാട് നിന്ദകൾ സഹിച്ചു അല്ലേ. ഏശയ്യാവ് 53 വായിക്കുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ്റെ സ്തോത്രം മുഖം വിരൂപമായി എന്ന് പറയും, നിന്ദിതനായും വ്യസനപാത്രമായും മാറി എന്നാണ് യേശുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗത്ത് ഏശയ്യാവ് എന്ന പ്രവാചകൻ 53-ാം അധ്യായത്തിൽ എഴുതി വെച്ചത് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആ കഷ്ടതകൾ സഹിച്ച കർത്താവിൻ്റെ ജീവിതത്തിനകത്തും വെളിപ്പെട്ടു വന്ന ഒരു ഉയർപ്പുണ്ടായിരുന്നു അല്ലേ. ആ ഉയർപ്പ് സ്തോത്രം അനുഭവിക്കുന്ന യേശുവാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നല്ല രീതിയിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പൈശാചികമായിട്ടോ മാനുഷികമായിട്ടോ ഒക്കെ നമുക്കെതിരെ പ്രതികൂലങ്ങൾ കടന്നു വരാം. എന്നാൽ ഈ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കുക, നമുക്ക് സമാധാനം നമ്മുടെ കർത്താവിലാണ്. കാര്യം, കാൽവറിയെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഗത്സമനെ കൊണ്ട് ഒതുങ്ങാത്തവനാണ് നമ്മുടെ കർത്താവ്. അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറയ്ക്കകത്ത് നിൽക്കാത്തവനാണ് എൻ്റെ കർത്താവ്. സ്തോത്രം. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഒരു രോഗത്തിനും ഒരു കഷ്ടതയ്ക്കും ഒരു നിന്ദയ്ക്കും ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്, നിങ്ങളുടെ മേലൊരു വെളിപ്പാട് കിടപ്പുണ്ട്, നിങ്ങളുടെ മേലൊരു അഭിഷേകം കിടപ്പുണ്ട്. ഈ അഭിഷേകം നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം ഒരു കഷ്ടത്തിനും നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ വാക്ക് നമ്മൾ ഉരുവിടുക. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് കേട്ടോ. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ജഡത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു ഞരക്കം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. എന്നാൽ ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നമ്മളോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണ ശക്തനാണ്. അതുകൊണ്ട് ആരും തളർന്നു പോകരുത്. സ്തോത്രം. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടവും വേദനയും പ്രയാസവും നിന്ദയും ക്ലേശവും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകണം അല്ലേ. സാധാരണ ക്രിസ്തീയ ശവമടക്ക ശുശ്രൂഷകളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മരിച്ചു പോയ ആളിന് ആ ബോഡി വെച്ചിട്ട് നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ആ വ്യക്തി പോയത് കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, നിന്ദയില്ലാത്ത എന്നേക്ക് സന്തോഷമുള്ളൊരു നാട്ടിലേക്കാണ് പോയത്. എന്നെ ശ്രദ്ധിക്കുന്ന നിത്യതയെ നോക്കി പാർത്തിരിക്കുന്ന ദൈവജനത്തോട് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് വേദനയുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് നിന്ദയുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ രോഗമില്ല, അവിടെ കഷ്ടതയില്ല, അവിടെ വേദനയില്ല, അവിടെ ഞെരുക്കമില്ല, അവിടെ നിന്ദയില്ല, അവിടെ ആക്ഷേപമില്ല. കർത്താവിനോട് ചേർന്നിരുന്ന്, ദൂരന്മാരോടൊപ്പം ചേർന്നിരുന്ന് കർത്താവിനെ സ്തുതിപ്പാനുള്ള അവസരങ്ങൾ കർത്താവ് നമുക്ക് നിശ്ചയമായി നൽകുവാൻ തക്കവണ്ണം ഇടവരും. പ്രത്യാശയോടെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളിലും അവിടുത്തെ കരം കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ,
ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.